നമസ്കാരം. വൈന്യൂസ് പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വൈന്യൂസ് പ്രഭാത വാർത്തകൾ വായിക്കുന്നത് ഷിജി ജയക്കുട്ടി. വൈന്യൂസ് പ്രഭാത വാർത്തകൾ. 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. രാവിലെ 9 മുതൽ തന്നെ കരുതൽ വേണം. വരും ദിവസങ്ങളിൽ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടും. യുക്രൈൻ വൈദ്യുതി നിലയം റഷ്യ തകർത്തു. തകർന്നത് രാജ്യത്തെ 3ാമത്തെ വലിയ നിലയം. കശ്മീരിൽ ഏറ്റുമുട്ടൽ. ലഷ്കർ ഭീകരനെ വധിച്ചു. KSRTC ബസ്സിൽ വെള്ളവും സ്നാക്സും. ഹരിയാനയിൽ ബസ് മരത്തിലിടിച്ച് 6 കുട്ടികൾ മരിച്ചു. CPO റാങ്ക് ലിസ്റ്റ്. ഇന്ന് കാലാവധി അവസാനിക്കും. വന്ദേ ഭാരത് പ്രതീക്ഷകൾ മങ്ങുന്നു. ആക്രമണം വീണ്ടും. അഭയാർത്ഥി ക്യാമ്പിൽ ഒട്ടേറെ മരണം. തിരിച്ചടിക്കൊരുങ്ങി ഇറാൻ. പുതിയ യുദ്ധമുഖം തുറക്കാൻ ഇസ്രായേൽ. ഇന്ത്യയിൽ നിന്ന് 6000 തൊഴിലാളികൾ. UGCയിൽ 4 അംഗങ്ങൾ കൂടി. പാരീസിലെ തീപിടുത്തം. ഇന്ത്യൻ വിദ്യാർത്ഥികൾ സുരക്ഷിതർ. തീപിടുത്തം ഉണ്ടായത് 8 മലയാളികൾ ഉൾപ്പെടെ 27 വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന വീട്ടിൽ. കൊല്ലം പൂരം 15-ന് 11 ആനകൾ വീതം. റെയിൽവേ സ്ഥലം ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവ്. ഏറ്റെടുത്ത സ്ഥലത്തിന് നഷ്ടപരിഹാരം നൽകിയില്ലെന്ന് പരാതിക്കാർ. ഉഷ്ണതരംഗം തുടരുമെന്ന് തെന്മലയിൽ. മോദിയുടെ അഭിമുഖം US വാരിക ന്യൂസ് വീക്കിൽ. ഗുജറാത്തിൽ സീറ്റ് നിരസിച്ച കോൺഗ്രസ് നേതാവ് BJPയിൽ. പ്രതിപക്ഷ അറസ്റ്റ്. വ്യക്തമാകുന്നത് BJPയുടെ ഭയം. പോരാട്ടം മോദിയും ജനങ്ങളും തമ്മിൽ. BJP അഴിമതി പാർട്ടി. ബോണ്ട് വഴി നേടിയത് 8000 കോടി. കർക്കെ. ഇനി നമുക്ക് കായിക വാർത്തയിലേക്ക് കടക്കാം. കായിക വാർത്തകൾ. ഇന്നു രാത്രി 7:30 ഹൈദരാബാദ് FC vs കേരള ബ്ലാസ്റ്റേഴ്സ്. അമേരിക്കൻ ഫുട്ബോൾ സൂപ്പർ താരം OJ സിംപ്സൺ അന്തരിച്ചു. പാരീസിനെ ഞെട്ടിച്ച് ബാർസലോണ. പകരക്കാർ തിളങ്ങിയപ്പോൾ ബാർസയ്ക്ക് വിജയം. ആദ്യപാദം ജയിച്ച് അത്ലറ്റിക്കോയും. രാജസ്ഥാന് തോൽവി. സഞ്ജുവിന് പിഴ. അശ്വിനി വീസസ് തനിഷ സഖ്യം ഒളിമ്പിക്സിൽ. ട്രീസ ജോളി വീസസ് ഗായത്രി ഗോപിചന്ദ് സഖ്യത്തിന് യോഗ്യതയില്ല. സിന്ധുവിനും പ്രണോയ്ക്കും തോൽവി. ഗോകുലം ഇന്ന് ട്രാവുവിനെതിരെ. ബംഗളൂരുവിനെ എതിരെ മുംബൈക്ക് 7 വിക്കറ്റ് ജയം. സൂര്യകുമാറിനും ഇഷൻ കിഷനും അർദ്ധ സെഞ്ചുറി. മിന്നുമണി മികച്ച താരമായി മാറി. കാർഡിയുടെ ചെസ്. ഗുകേഷ് മുന്നിൽ തന്നെ. പ്രജ്ഞാനന്ദയ്ക്കും വിദിത് ഗുജറാത്തിക്കും വിജയം. ഇതോടെ വൈന്യൂസ് പ്രഭാത വാർത്തകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.